ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ 70% പേർ ജനവിധി കുറിച്ചു. ഗ്രാമീണ മേഖലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ രേഖപ്പെടുത്തി. ചാലക്കുടിയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 3 മെഷീനുകൾ തകരാറായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ 70% പേരാണ് ജനവിധി കുറിച്ചത്. ഏറ്റവും ഒടുവിലെ ഔദ്യോഗിക കണക്കനുസരിച്ച് 6:45 സംസ്ഥാനത്ത് പോളിംഗ് 69.04%. സംസ്ഥാനത്ത് എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 60% കടന്നു. പലയിടത്തും ബൂത്തുകളിൽ നീണ്ട നിരയുണ്ട്. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമടക്കം പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളുമെല്ലാം തങ്ങളുടെ വോട്ടവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2,73,49,159 വോട്ടർമാരാണ് ആകെയുള്ളത്. കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ്. ഇടുക്കിയിലാണ് കുറവ്. സംസ്ഥാനത്താകെ 1800 പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. ചിലയിടങ്ങളിൽ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും കയ്യാങ്കളികളും ഉണ്ടായെങ്കിലും പൊതുവെ സമാധാനപരമായിരുന്നു സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഗ്രാമീണ മേഖലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ രേഖപ്പെടുത്തി. പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും താരങ്ങളും രാവിലെ വോട്ട് രേഖപ്പെടുത്താനെത്തി. മാള സെന്റ് ആന്റണി സ്കൂളിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. മാള സൊക്കോസ് സ്കൂളിലെ 68-ാം ബൂത്തിൽ മെഷീൻ തകരാറ് മൂലം 15 മിനിറ്റ് വൈകിയാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായത്. പല ബൂത്തുകളിലും നീണ്ട നിരയുണ്ട്. ചാലക്കുടി LDF സ്ഥാനാർത്ഥി രവീന്ദ്രനാഥ് കേരളവർമ്മ കോളേജിലെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA പുല്ലൂർ VK രാജൻ മെമ്മോറിയൽ സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 93-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ നടൻ ടൊവിനോ തോമസും കുടുംബവും വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെന്റ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തൃശൂർ മണ്ഡലം സ്ഥാനാർത്ഥി VS സുനിൽകുമാർ മുറ്റിച്ചൂർ ALP സ്കൂളിലെ 29-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ തോന്നൂർക്കര AUPS സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. രാവിലെ മുതൽ കനത്ത പോളിംഗ് ആണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ കണ്ടുവരുന്നത്. പലയിടത്തും നീണ്ട ക്യൂവുമുണ്ട്. ഉയർന്ന പോളിംഗ് നിരക്ക് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ അവകാശവാദം. ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ പക്ഷേ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. ചാലക്കുടിയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 3 മെഷീനുകൾ തകരാറിലായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. 2 മെഷീനുകളുടെ തകരാറുകൾ പരിഹരിച്ചപ്പോൾ ഒരു ബൂത്തിൽ മെഷീൻ മാറ്റിവെച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. മേട്ടിപ്പാടം മാപ്പ് സ്കൂളിലെ 28-ാമത്തെ ബൂത്തിലാണ് വോട്ടിംഗ് മെഷീൻ മാറ്റി സ്ഥാപിച്ചത്. ഇവിടെ 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. കൂടപ്പുഴ NSS ഹാളിലെ 107-ാമത് ബൂത്തിൽ 11:30 മുതൽ 12:15 വരെയുള്ള സമയം മെഷീന്റെ തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് തകരാർ പരിഹരിച്ച് പുനരാരംഭിക്കുകയും ചെയ്തു. എലിഞ്ഞിപ്ര സെന്റ് ആന്റണി CPO സ്കൂളിലും മെഷീൻ തകരാറിലായി. 25 മിനിറ്റോളം വോട്ടിംഗ് തടസ്സപ്പെട്ട ഇവിടെ പിന്നീട് മെഷീന്റെ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു. എലിഞ്ഞിപ്ര അംഗനവാടിയിൽ രാവിലെ സനീഷ് കുമാർ ജോസഫ് MLA, ഭാര്യ ജിൻസി, മാതാവ് മേരി എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണനും കുടുംബവും കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ബൂത്തുകളിൽ രാവിലെ തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് കാര്യമായ തിരക്കുണ്ടായില്ല. 185 ബൂത്തുകളാണ് ചാലക്കുടി മണ്ഡലത്തിലുള്ളത്. 1-ാമത്തെ ബൂത്ത് മനക്കുളങ്ങര UP സ്കൂളിലും അവസാനത്തെ ബൂത്തായ 185-ാമത്തെ ബൂത്ത് ചിറങ്ങര ഇറിഗേഷൻ ഓഫീസിലുമാണ് ഒരുക്കിയിരുന്നത്. 247 ആദിവാസികളുള്ള വാച്ചുമരത്ത് ഇവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ആദിവാസികൾക്കായി ഒരു ബൂത്ത് ഒരുക്കിയിരുന്നു. തിരുമുടിക്കുന്ന് ഗാന്ധിഗ്രാം ത്വക്ക് രോഗ ആശുപത്രിയിലെ അന്തേവാസികൾക്കായി ഇവിടെ ഒരു സ്പെഷ്യൽ ബൂത്തും സജ്ജീകരിച്ചിരുന്നു. മീഡിയ ടൈം, ചാലക്കുടി.
അണലിപ്പാമ്പ് അതിഥിയായി പോളിംഗ് ബൂത്തിലെത്തി. ഉദ്യോഗസ്ഥരും വോട്ട് ചെയ്യാനെത്തിയവരും ഭയന്നോടി. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി. രാവിലെ 11ഓടെയാണ് ബൂത്തിനുള്ളിൽ പാമ്പിനെ കണ്ടത്. തുമ്പൂർമൊഴി കാറ്റിൽ ബ്രീഡിംഗ് ഫാമിന്റെ ഫുഡ് ആൻഡ് ടെക്നോളജി കോളേജ് ഹാളിൽ ഒരുക്കിയിരുന്ന 79ാമത് ബൂത്തിലാണ് 6 അടിയോളം നീളമുള്ള അണലിപ്പാമ്പിനെ കണ്ടത്. പാമ്പിനെ കണ്ടതോടെ വോട്ട് ചെയ്യാനെത്തിയവരും ഉദ്യോഗസ്ഥരും ഭയന്നോടി. ഉടൻ വനം വകുപ്പിൽ വിവരമറിയിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി കൊണ്ടുപോയതോടെയാണ് പ്രവർത്തികൾ പുനരാരംഭിച്ചത്. ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്താനെത്തിയവരുടെ എണ്ണം വളരെ കുറവായതിനാൽ കാര്യമായ തടസ്സങ്ങളും നേരിട്ടില്ല. കഴിഞ്ഞ ദിവസം ഹാൾ വൃത്തിയാക്കിയാണ് സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. വനത്തോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ ഇവിടെ ഇഴജന്തുക്കളുടെ സാന്നിധ്യവും കൂടുതലാണ്. വിഷപ്പാമ്പിനെ ഹാളിൽ കണ്ടതിനാൽ ഉദ്യോഗസ്ഥർ അവസാന സമയം വരെ ഭയപ്പാടിലാണ് ബൂത്തിലിരുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ഉയർന്ന പോളിംഗ് ശതമാനം 2020 അനുകൂലമാകുമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ്. എറണാകുളത്തും ചാലക്കുടിയിലും കോൺഗ്രസും CPM-ഉം 2020 പ്രധാന എതിരാളിയായി കാണുന്നു. CPM-ഉം BJP-യും 2 ടീമല്ല, ഒറ്റ ടീമാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. ചാലക്കുടിയിലും എറണാകുളത്തും CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത് 2020 പരാജയപ്പെടുത്താനാണ്. 2020 അവരുടെ പൊതുശത്രു. കാരണം അഴിമതിക്കെതിരെ, കളവിനെതിരെ, കൊള്ളയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരേ ഒരു പാർട്ടി 2020 നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു അസംബ്ലിയാണ് നമ്മുടെ കുന്നത്തുനാട്. അതിൻ്റെ അർത്ഥം 2020-കാരെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ 2020-ക്കായിട്ട് രാവിലെ മുതൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ, ചാലക്കുടി, കുന്നത്തുനാട് ഈ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം ഉയരുന്നത്. അതിൻ്റെ അർത്ഥം 2020-കാർ വളരെ സജീവമായിട്ട് ഈ തവണ 2020-യെ ജയിപ്പിക്കാനായിട്ട് രംഗത്തുണ്ട്. 2020 ഈ തവണ ചരിത്ര വിജയം നേടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് VR സുനിൽകുമാർ MLA അഭിപ്രായപ്പെട്ടു. പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ജയിക്കും. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും, സാഹോദര്യവും, സമത്വവും, മൗലികാവകാശങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റവും ആണ് ഈ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പത്മജ വേണുഗോപാൽ തൃശൂർ പൂങ്കുന്നം ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ 30-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സുരേഷ് ഗോപി മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. തന്റെ സഹോദരി അല്ല എന്ന് പറഞ്ഞ K മുരളീധരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലെന്നും പത്മജ വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അല്ല, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഇതെന്താ അദ്ദേഹത്തിന് അസുഖമായി കിടക്കും? അങ്ങനെയൊന്നും അല്ലല്ലോ. സഹോദരി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞ, ഞാനല്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ സഹോദരനല്ല, അതെൻ്റെ രക്തമാണെന്ന് എനിക്കറിയാം. പക്ഷേ സഹോദരൻ പറഞ്ഞു അവളുടെ ഒന്നും വേണ്ട, അവളെ ഞാൻ കാണില്ല, അവളെൻ്റെ ആരുമല്ല, പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്ന് വോട്ടുകൾ വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക്. ഞാൻ പ്രതീക്ഷിക്കാതെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ളവരാണ് കൂടുതൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ ഞാൻ കണ്ടത് പല വീട്ടിൽ പോകുമ്പോഴും. ഞാൻ സുരേഷ് ഗോപി ജയിക്കും എന്ന് 100% പറയുന്നു. VVPAT സ്ലിപ്പുകൾ പൂർണ്ണമായും ഒത്തുനോക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്ന് ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് ഉചിതമല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങണമെന്ന ചില പാർട്ടികളുടെ നിർദ്ദേശത്തിന് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് ഏറ്റത്. എല്ലാ മെഷീനുകളിലെയും വോട്ടുകൾ VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കണം എന്ന ആവശ്യം നേരത്തെ ഇന്ത്യ സഖ്യം ഉന്നയിച്ചിരുന്നു. EVM-നെ അവിശ്വസിക്കേണ്ടതില്ല എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചു. VVPAT പൂർണ്ണമായും ഒത്തുനോക്കുന്നത് ഈ സംവിധാനത്തെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കുമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് ദീപാങ്കർ ഗുപ്ത എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. EVM-ന്റെ സാങ്കേതിക സുരക്ഷ കർശനമാക്കാൻ ചില നിർദ്ദേശങ്ങളും കോടതി മുന്നോട്ട് വച്ചു. EVM-ലെ സിംബൽ ലോഡിംഗ് യൂണിറ്റ്
SLUവിലാണ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം സ്റ്റോർ ചെയ്യുന്നത്. ചിഹ്നം ലോഡ് ചെയ്ത ശേഷം ഈ യൂണിറ്റ് മുദ്രവയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചു. വോട്ടെണ്ണൽ കഴിഞ്ഞ് 45 ദിവസം യൂണിറ്റ് സൂക്ഷിക്കണം. വോട്ടെണ്ണലിന് ശേഷം സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ടെങ്കിൽ EVMന്റെ മൈക്രോ കൺട്രോളർ 3 എഞ്ചിനീയർമാരുടെ സംഘം പരിശോധിക്കണം. ഇതിന്റെ ചിലവ് സ്ഥാനാർത്ഥി വഹിക്കണം. എന്തെങ്കിലും ക്രമക്കേട് നടന്നു എന്ന് തെളിഞ്ഞാൽ മാത്രം പണം തിരിച്ചു നൽകും. VVPAT സ്ലിപ്പുകളിൽ ബാർകോഡ് ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം പരിശോധിക്കാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. LDF കൺവീനറും മുതിർന്ന CPM നേതാവുമായി EP ജയരാജൻ കേരളത്തിന്റെ ചുമതലയുള്ള BJP കേന്ദ്ര നേതാവ് പ്രകാശ് ജാവേദേക്കറുമായി ചർച്ച നടത്തിയതിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂട്ടുപ്രതിയെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് ഒന്നാം പ്രതിയായ മുഖ്യമന്ത്രി. CPM BJP രഹസ്യബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. അതിനിടയിൽ മുഖ്യമന്ത്രി അറിയാതൊരു വാചകം പറഞ്ഞു. ഞാൻ എത്രയോ തവണ ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പൊ എന്തിനാ ജാവദേക്കറെ പല പ്രാവശ്യം കാണുന്നത്? അതേ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പൊ നിതിൻ ഗഡ്കരി, പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ വിമർശിച്ച മുഖ്യമന്ത്രിയോട് ഞാനൊരു മറുപടി ചോദിച്ചു. അതായത് നിതിൻ ഗഡ്കരിയെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുത്ത ആളാണ്. അതൊന്നും ഒരു തെറ്റില്ല, കേന്ദ്രമന്ത്രിയാണ്. പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രിയല്ല, BJP നേതാവ് മാത്രമാണ്. മുഖ്യമന്ത്രി ഞാൻ എത്രയോ പ്രാവശ്യം ജാവദേക്കറെ കണ്ടിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടും കണ്ടിട്ടുണ്ട്. എന്തിനാ മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത്? എന്ത് കാര്യത്തിനാണ് മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടത്? അല്ലെങ്കിൽ ജാവദേക്കർ മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാ? EP ജയരാജൻ പറയുന്നു എന്റെ മകന്റെ വീട്ടിലേക്കാണ് വന്നതെന്ന് പറയും. EP ജയരാജന്റെ മകന്റെ ആക്കുളത്തേക്കുള്ള വീട്ടിൽ എന്തിനാണ് പ്രകാശ് ജാവദേക്കർ പോയത്? അപ്പൊ മറ്റവര് പറയുന്നത് പ്രകാശ് ജാവദേക്കറിന്റെ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ജയരാജൻ പോയതെന്ന്. രണ്ടിനാണെങ്കിലും ഒരു കാര്യം, ഇവര് തമ്മിലുള്ള ബന്ധമാണ്. മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയിട്ടുള്ള ബന്ധമാണ്. EP ജയരാജനെതിരായ ആരോപണം കാലങ്ങളായുള്ള CPM BJP ഡീലിന്റെ ഭാഗമെന്ന് മാത്യു കുഴൽനാടൻ MLA. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ BJP CPM ബന്ധമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഇന്ന് മറന്നീക്കി പുറത്തു വന്നതെന്നും കുഴൽനാടൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കറെ പോലെ ഇത്രയും മുതിർന്ന പ്രധാനപ്പെട്ട ഒരു BJP നേതാവ് ഇരുട്ടിൻ്റെ മറവിൽ ഈ സമൂഹത്തെ മുഴുവൻ ഒളിവിൽ നിർത്തി, അല്ലെങ്കിൽ അവരെ മുഴുവൻ കണ്ണുമറച്ച് EP ജയരാജൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ, അതായത് ഇടതുമുന്നണി കൺവീനറെ രഹസ്യമായി ചർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം ഇനിയൊരു തെളിവ് കേരളത്തിൻ്റെ മുമ്പിൽ വരാനില്ല. ഇത് കാലങ്ങളായി CPM BJP നിലനിൽക്കുന്ന ഡീലിൻ്റെ ഒരു ഭാഗമാണ്. ഇനി നാട്ടിൽ നടന്നത്. അന്നമനട ആലത്തൂരിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികയ്ക്ക് അവസരം നിഷേധിച്ചതായി പരാതി. ആലത്തൂർ കുന്നത്തുപറമ്പിൽ തെരേസ എന്ന 87-കാരിക്കാണ് വോട്ട് ചെയ്യാനായില്ലെന്ന് പരാതി ഉയർന്നത്. വീട്ടിൽ വോട്ട് പ്രകാരം ഇവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതുമൂലം നേരിട്ട് വോട്ട് ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് വയോധികയെ മടക്കി അയക്കുകയായിരുന്നു. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്നാണ് തെരേസയുടെ മറുപടി. എറണാകുളം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ ഷൈൻ പറവൂർ വെടിമറ കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് ചെയ്തു. രാവിലെ 7 മണിക്ക് തന്നെ ഭർത്താവ് ഡൈനൂസ് തോമസിനും ഇളയ മകൾക്കൊപ്പമാണ് ബൂത്തിലെത്തിയത്. ഫാസിനത്തിനെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. മാള പഴുക്കര പള്ളിയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ ജോസ് മഞ്ഞളി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് അടുത്ത വർഷത്തെ പ്രസിഡന്റുമാരായ V1 ഫ്രണ്ട്സിന്റെ പ്രസിഡന്റ് വാഴ്ച, വിശുദ്ധ കുർബാന, നൊവേന സന്ദേശം, മെയ് 2 വൈകിട്ട് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നടക്കും. മെയ് 5 ഊട്ടുതിരുനാൾ. മുക്കാട്ടുകര സെന്റ് ജോർജ് ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗിവർഗീസിന്റെ ഓർമ്മ തിരുനാൾ ആചരിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ഇടവകയിലെ ജോർജ് വർഗീസ് നാമധാരികളെ ആദരിച്ചു. തിരുനാൾ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ഇടവക വികാരി ഫാദർ പോൾ പിണ്ടിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നേർച്ച പായസ വിതരണം നടന്നു. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, കൈക്കാരന്മാരായ സോജൻ മഞ്ഞില, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, പ്രതിനിധി യോഗാംഗങ്ങൾ, സംഘടനാ പ്രതിനിധികൾ, പള്ളി ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി.
ലോക്സഭാ വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ്. രാവിലെ തുടങ്ങിയ വോട്ടെടുപ്പിന്റെ സമയപരിധി അവസാനിക്കുമ്പോൾ കേരളത്തിൽ 70% പേർ ജനവിധി കുറിച്ചു. ഗ്രാമീണ മേഖലയിൽ പോളിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. നഗരമേഖലകളിൽ ഇത്തവണ മികച്ച പോളിംഗ് രാവിലെ രേഖപ്പെടുത്തി. ചാലക്കുടിയിൽ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. 3 മെഷീനുകൾ തകരാറായതിനെ തുടർന്ന് വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.